കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവത്തിൽ ആരോപണ വിധേയരായ 3 ജീവനക്കാരും പോലീസിന് മുന്നിൽ ഹാജരാകണം. ഇന്നോ നാളെയോ ഹാജരാകുമെന്ന് ഇവരുടെ ബന്ധുക്കൾ അറിയിച്ചു. എന്നാൽ മൂവരും ഒളിവിലാണ്. മൊഴിയെടുക്കാൻ പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചു, പക്ഷേ ഇവർ വീട്ടിലില്ല എന്നും വിവരങ്ങളില്ല എന്നും പറയുമ്പോൾ ഒളിവിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, പോലീസിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എത്രയും വേഗം സ്റ്റേഷനിലേക്ക് എത്തണം എന്നൊരു നിർദ്ദേശം ഈ മൂവരുടെയും ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 3 പേരോടും പോലീസ് ആവശ്യപ്പെട്ടു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2 തവണ കഴിഞ്ഞ ദിവസം പോലീസ് ഇവരുടെ വീട്ടിലെത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ എവിടെ പോയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അജ്ഞാതമായി തുടർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത് എത്രയും വേഗം ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു വിവരം പോലീസ് പറയുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ആണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അതേസമയം ഇവർ ഒളിവിൽ പോയതായിട്ടാണ് നിലവിൽ സൂചന ലഭിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസവും പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ഈ 3 പ്രതികളുടെയും വീട്ടിലെത്തിയിരുന്നു. 3 പേരുടെയും വീട്ടിലെത്തിയെങ്കിലും സ്ഥലത്ത് അവരുണ്ടായിരുന്നില്ല. പല സമയത്തായിട്ടാണ് ഇന്നലെ എത്തിയതെങ്കിൽ പോലും ഈ സ്ഥലത്ത് അവരുണ്ടായിരുന്നില്ല. പോലീസ് അന്വേഷണം നടത്തിയെങ്കിൽ പോലും ആ സമയത്തും കണ്ടെത്താനായില്ല. ഫോൺ വഴി ബന്ധപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഫോൺ വഴി ബന്ധപ്പെട്ടപ്പോഴും ഇവരെക്കുറിച്ച് വിവരങ്ങളോ അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം എന്ന നിലയിൽ പ്രതികൾ ഒളിവിൽ പോയതാണോ എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ, മൊഴിയെടുപ്പുകൾ അടക്കം രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ഈ 3 യുവതികളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കം പോലീസ് ശേഖരിച്ചൊരു വലിയ പരിശോധന നടത്തിയിരുന്നു. അതിൽ പ്രാഥമിക ദൃഷ്ട്യാ ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു. ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യുവതികളിൽ നിന്നും. അതിനുശേഷം മാത്രമായിരിക്കും ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ. നിലവിൽ ഇവർ ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ഭാഗമായിട്ടുള്ള പണം ഇവരുടെ അക്കൗണ്ടിലൂടെ പോയി എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2024 മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങുന്നത്. 2024 മുതൽ തുടങ്ങി 25 വരെയുള്ള ഒരു 6 മാസക്കാലത്തിനടക്കമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇവർ നടത്തുന്നത്. അതിൻ്റെ വിവരങ്ങളും അതിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷനിലടക്കം ഇത്തരത്തിൽ പണം എത്തിയെന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല മൂവരും ഇത് പരസ്പരം കൈമാറുകയും ചെയ്തു. അതായത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയ പണം മൂവരുടെയും അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ആ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇത്തരം സംശയങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് നടപടികളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ഈ ക്രമക്കേടിൽ ഈ 3 പേരും പങ്കാളികളാണെന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി ഈ 3 യുവതികളുമായി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മറ്റു നടപടികൾക്ക് പോലീസിന് കടക്കാനാവൂ. എന്തായാലും നിലവിൽ ഈ 3 യുവതികൾക്കും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ബന്ധുക്കൾ പ്രതികരിക്കുകയും ചെയ്തു. ബന്ധുക്കൾ ഈ 3 യുവതികളുടെയും വീട്ടിൽ 2 തവണയായി കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയെങ്കിൽ പോലും ആ വീട്ടിൽ ഇവർ ഉണ്ടായിരുന്നില്ല. വക്കീലിനെ കാണാൻ പോയി എന്നതടക്കമുള്ള ചില ന്യായങ്ങളാണ് വീട്ടുകാർ പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്റ്റേഷനിൽ ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഹാജരാകാം, ഇന്നോ നാളെയോ ആയി ഹാജരാകാം എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷനിലെത്തിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനം O/OC എന്ന സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ, അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് ഈ യുവതികളെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും യുവതികൾ ഈ സ്ഥലത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒളിവിൽ പോയി എന്നത് ആണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തവണ പോലീസ് എത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയില്ല. ഉടൻ തന്നെ എത്തുമെന്ന് ബന്ധുക്കൾ പറയുകയും ചെയ്തു. എന്തായാലും തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വീണ, ശരി പ്രശാന്ത്, വളരെ പെട്ടെന്ന് ഇതിലും നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.